ഒന്നാമത്തെ ചോദ്യം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. എങ്ങനെ? ഉത്തരം, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ടു. രണ്ടാമത്തെ ചോദ്യം, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് ആർ മൂലം പ്രവേശനം ലഭിച്ചു? എപ്രകാരം? കർത്താവായ യേശുക്രിസ്തു മൂലം, വിശ്വാസത്താൽ. മൂന്നാമത്തെ ചോദ്യം, കൃപയിലേക്ക് പ്രവേശിച്ച നാം പ്രശംസിക്കുന്നത് എന്തിൽ? ഉത്തരം, ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ. നാലാമത്തെ ചോദ്യം, കഷ്ടത എന്തിനെ ഉളവാക്കുന്നു? ഉത്തരം, സഹിഷ്ണുതയെ. അഞ്ചാമത്തെ ചോദ്യം, സിദ്ധത ഉളവാകുന്നത് എന്തിൽ നിന്ന്? ഉത്തരം, സഹിഷ്ണുതയിൽ നിന്ന്. ആറാമത്തെ ചോദ്യം, സിദ്ധത ഉളവാക്കുന്നത് എന്ത്? ഉത്തരം, പ്രത്യാശ. ഏഴാമത്തെ ചോദ്യം, കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം എന്തിലും പ്രശംസിക്കുന്നു? ഉത്തരം, കഷ്ടങ്ങളിൽ. എട്ടാമത്തെ ചോദ്യം, കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നത് കൊണ്ട് എന്ത് ഭംഗം വരുന്നില്ല? ഉത്തരം, പ്രത്യാശയ്ക്ക്. ഒമ്പതാമത്തെ ചോദ്യം, ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകർന്നിരിക്കുന്നത് എപ്രകാരം? ഉത്തരം, നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ. പത്താമത്തെ ചോദ്യം, ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചത് എപ്പോൾ? ഉത്തരം, നാം ബലഹീനർ ആയിരിക്കുമ്പോൾ. 11ാമത്തെ ചോദ്യം, ആർക്കു വേണ്ടി മരിക്കുന്നത് ദുർലഭം? ഉത്തരം, നീതിമാനു വേണ്ടി. 12ാമത്തെ ചോദ്യം, ആർക്കു വേണ്ടി പക്ഷേ മരിക്കുവാൻ തുനിയും ആയിരിക്കും? ഉത്തരം, ഗുണവാനു വേണ്ടി. 13ാമത്തെ ചോദ്യം, ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹം പ്രദർശിപ്പിച്ചത് എപ്രകാരം? ഉത്തരം, ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ. 14ാമത്തെ ചോദ്യം, എത്രയധികം ആയി കോപത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് എങ്ങനെ? ഉത്തരം, ക്രിസ്തുവിൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം. 15ാമത്തെ ചോദ്യം, നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്തിൽ ദൈവത്തോട് നിരപ്പ് വന്നത് എപ്പോൾ? ഉത്തരം, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ. 16ാമത്തെ ചോദ്യം, അവൻ്റെ ജീവനാൽ എത്രയധികമായി രക്ഷിക്കപ്പെടും ആരുടെ? ഉത്തരം, ക്രിസ്തുവിൻ്റെ. 17ാമത്തെ ചോദ്യം, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നാം ദൈവത്തിൽ പ്രശംസിക്കുന്നതിൻ്റെ കാരണം? ഉത്തരം, ദൈവത്തോട് നിരപ്പ് ലഭിച്ചത് കൊണ്ട്. 18ാമത്തെ ചോദ്യം, ഏക മനുഷ്യനാൽ ലോകത്തിൽ കടന്നത് എന്ത്? ഉത്തരം, പാപവും മരണവും. 19ാമത്തെ ചോദ്യം, പാപം ചെയ്യുന്നത് കൊണ്ട് സകല മനുഷ്യരിലും പരന്നത് എന്ത്? ഉത്തരം, മരണം. 20ാമത്തെ ചോദ്യം, ന്യായപ്രമാണം വരെ ലോകത്തിൽ ഉണ്ടായിരുന്നത് എന്താണ്? ഉത്തരം, പാപം. 21ാമത്തെ ചോദ്യം, പാപം കണക്കിടാത്തത് എപ്പോൾ? ഉത്തരം, ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ. 22ാമത്തെ ചോദ്യം, പാപം ചെയ്യാത്തവരിലും മരണം ആരു മുതൽ ആരു വരെ വാണിരുന്നു? ഉത്തരം, ആദാം മുതൽ മോശ വരെ. 23ാമത്തെ ചോദ്യം, റോമർ 5 പ്രകാരം വരുവാനുള്ളതിൻ്റെ പ്രതിരൂപം ആരാണ്? ഉത്തരം, ആദാം. 24ാമത്തെ ചോദ്യം, 15ാം വാക്യത്തിൽ 2 കാര്യങ്ങൾ ഒരുപോലെയല്ല എന്ന് പ്രതിപാദിക്കുന്നു. ഏവ? ഉത്തരം, ലംഘനവും കൃപാവരവും. 25ാമത്തെ ചോദ്യം, ഏകൻ്റെ ലംഘനത്താൽ അനേകർ മരിച്ചു. ഏകനാർ? ഉത്തരം, ആദാം. 26ാമത്തെ ചോദ്യം, കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. ആരിലൂടെ? ഉത്തരം, യേശുക്രിസ്തുവിലൂടെ. 27ാമത്തെ ചോദ്യം, ഏകൻ്റെ പാപത്താൽ എന്ത് കൽപ്പിക്കുവാൻ ഏതുവായി തീർന്നു? ഉത്തരം, ശിക്ഷാവധി. 28ാമത്തെ ചോദ്യം, അനേക ലംഘനങ്ങളെ മോചിക്കുന്ന നീതീകരണ വിധിക്ക് ഏതുവായി തീർന്നത് എന്ത്? ഉത്തരം, കൃപാവരം. 29ാമത്തെ ചോദ്യം, എന്ത് ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും? ഉത്തരം, കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ. 30ാമത്തെ ചോദ്യം, ഏകലംഘനത്താൽ സകല മനുഷ്യർക്കും വന്നത് എന്ത്? ഉത്തരം, ശിക്ഷാവിധി.
31 ചോദ്യം, ഏകനീതിയാൽ സകല മനുഷ്യർക്കും വന്നത് എന്ത്? ഉത്തരം ജീവകാരണമായ നീതീകരണം. 32 ചോദ്യം, ആരുടെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നു? ഉത്തരം ഏകൻ്റെ. 33 ചോദ്യം, ഏകൻ്റെ അനുസരണത്താൽ ആർ നീതിമാന്മാരായി തീർന്നു? ഉത്തരം അനേകർ. 34 ചോദ്യം, എന്നാൽ എന്തു പെരുകേണ്ടതിന് ന്യായപ്രമാണവും ഇടയിൽ ചേർന്നു വന്നു? ഉത്തരം ലംഘനം. 35 ചോദ്യം, പാപം പെരുകിയെടുത്ത് എന്ത് അത്യന്തം വർദ്ധിച്ചു? ഉത്തരം കൃപ. 36 ചോദ്യം, മരണത്താൽ വാണത് എന്ത്? ഉത്തരം പാപം. 37 ചോദ്യം, നീതിയാൽ നിത്യജീവനായി വാഴേണ്ടത് എന്ത് മുഖാന്തരം? ഉത്തരം കൃപ, യേശുക്രിസ്തു മുഖാന്തരം.